എൻഡോമെട്രിയോസിസ് സർജറിക്ക് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? എൻഡോമെട്രിയോസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ എൻഡോമെട്രിയോസ് എപ്പോഴും രണ്ടാമത് വരാം. നമ്മളൊരു സർജറി ചെയ്ത് മാറ്റിയാലും രണ്ടാമത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എൻഡോമെട്രിയോസ് ഒരാൾക്കുണ്ടെങ്കിൽ യൂഷ്വലി അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ഒരു മെൻസസ് സ്റ്റോപ്പ് ചെയ്ത് കഴിയണവരെ ഈ എൻഡോമെട്രിയോസ് ആക്റ്റീവ് ആകാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സർജറി ചെയ്താൽ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്കത് ക്യൂർ അല്ല. ഒരു 70% ആൾക്കാരിലും അത് രണ്ടാമത് വരും. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടാമത് വരും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അണ്ടാശയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഗ്ഗ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമാണ്. അതിന് രണ്ടാമത് ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ ഈ സപ്പോസ് ഒരു ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് അതെടുത്ത് മുറിച്ച് മാറ്റുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒത്തിരി അണ്ടങ്ങൾ അതിൻ്റെ ഒപ്പം വരും. അപ്പോൾ നമ്മളുടെ അണ്ടത്തിൻ്റെ നമ്പർ കുറയും. നമ്മുടെ അണ്ടത്തിൻ്റെ നമ്പർ കുറയുമ്പോൾ തന്നെ നമുക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ 2 കാര്യങ്ങളാണ് സർജറിക്ക് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടാമത് വരാം എന്നുള്ളതും രണ്ടാമത് നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയാം എന്നുള്ളത് കാര്യം. അപ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി കുറയുകയും ചെയ്യാം. അപ്പോൾ സർജറി അധികം ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ഫസ്റ്റ് സർജറി ഏറ്റവും നല്ലോണം ചെയ്യുക. പിന്നെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്യുക. കാരണം ഒരു സർജറി ചെയ്ത് നമ്മുടെ അണ്ടാശയത്തിൻ്റെ പകുതി പോയി നമുക്കിനി കുട്ടിയാവാനുള്ള അണ്ടം ബാക്കിയുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ആലോചിക്കണം. സപ്പോസ് നമുക്ക് കുറവാണ്, ഇതിൽ അണ്ടം കുറയും എന്നുള്ള ഉറപ്പുള്ള കാര്യമാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടം നേരത്തെ എടുത്ത് വെച്ചിട്ട് പോലും കഴിഞ്ഞിട്ട് സർജറിക്ക് പോകുന്ന ഒരു ഓപ്ഷനും കൂടെ വിചാരിക്കാം. പിന്നെ മനസ്സിലാക്കേണ്ടത് റിക്കറൻസ് ആണ്. പിന്നെ അപ്പോൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. കാരണം സെക്കൻഡ് സർജറി ഫസ്റ്റ് സർജറിയെക്കാട്ടും കോംപ്ലക്സ് സർജറി ആയിരിക്കും. 4-5 സർജറിയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുക. അപ്പോൾ ഏറ്റവും പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു ലാപ്രോസ്കോപ്പി ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ഒരു സിസ്റ്റ് കണ്ടു ഞങ്ങളിപ്പോൾ തന്നെ പോയി സർജറി ചെയ്തു അങ്ങനെയല്ല. സർജറി ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അണ്ടമുണ്ടോ, ഈ അണ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അണ്ടം നേരത്തെ എടുത്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇത്ര ആലോചിച്ചിട്ട് വേണം പോയിട്ട് സർജറി ചെയ്യാനായിട്ട്. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.